ഉറങ്ങാൻ കിടന്നൊരു ദിവസമിൽ നബി നൂഹ് ഉടൻ തന്നെ വീശിയടിച്ച് പോയി ഒരു കാറ്റ്. തുണി നീങ്ങി തൽക്ഷണം ഗുഹ്യവും വെളിവായി. അറിയാതെ താൻ ഉറക്കത്തിലും കിടപ്പായി. തനിക്കുള്ള മക്കൾ 2 പേർ അടുത്തുണ്ട്. അതിലൊന്ന് ഹാമാ. താൻ ചിരിച്ചത് കണ്ട് സാമെന്ന പുത്രൻ തുണിയെടുത്തത് മൂടി. ഉടൻ തന്നെ നബി എഴുന്നേറ്റ് വിവരം തേടി. വിവരം ധരിച്ചുടൻ ഹാമിനെ ശപിക്കുന്നതായി. മുഖമൊക്കെയും ഉടൻ തന്നതാ കറുക്കുന്നതായി. പിടിച്ചു ഹാമെന്നോടിയെത്തി സുഡാനിലെ സ്ഥിരതാമസം ഉറപ്പിച്ചു താനന്നാട്ടിലെ. ബുദ്ധിക്ക് കുറവും ഉണ്ടയോഗ്യരുമാണ്. സുഡാൻ നിവാസികളി പരമ്പരയാണ്. സാമിന് ഗുണമായി നബി ദുആ ചെയ്യുന്നതായി. മുഖമൊക്കെ യോഗ്യതയാൽ പ്രകാശിക്കുന്നതായി. അമ്പിയാക്കളെല്ലാം തൻ്റെ മുതുകിൽ നിന്ന ഖുലഫാക്കളും അതുപോലെ വന്നതു തന്നാ. ഇത് അൽഫ് ലൈല വ ലൈലയിൽ കാണുന്നതാ. തിരുവചനമായി തന്നതിലിതും വിവരിച്ചതാ. കുളിപ്പിക്കുവാൻ വിശ്വസ്തനാകൽ സുന്ന. മുഈനും അതുപോലായിരിക്കണമെന്ന പറയേണ്ടതാ. കണ്ടാലവൻ ഖൈറുള്ളതും മറക്കേണ്ടതാ മിണ്ടാതെ ഖൈറല്ലാത്തതും. മുഖം ലംഘലും മണം വീശലും ഖൈറിൽ പെടും. അതുപോലെയുള്ളത് കേട്ട് പലരും വന്നിടും. നിസ്കാരത്തിനാളധികമുള്ളത് നല്ലതാ. അവർക്കുള്ള പ്രാർത്ഥന മയ്യിത്തിനുതകുന്നതാ. അതുകൊണ്ട് പറയൽ തന്നെ സുന്നത്തുണ്ട് എന്നുള്ള നിയമം തുഹഫയിൽ കിടപ്പുണ്ട്. മുഖമൊക്കെയും കരിക്കട്ട പോൽ കറുപ്പുള്ളതായി. അല്ലെങ്കിൽ അതുപോലുള്ളതെന്തോ കണ്ടുപോയി. എന്നാൽ അവൻ അത് കണ്ട് മിണ്ടരുതെന്ന പരദൂഷണത്തിൽ തന്നതുൾപ്പെടുമെന്ന. അതുമാത്രമല്ല അതിൽ വേറെയും കുരുക്കുണ്ട്. അഴിക്കാൻ തുനിഞ്ഞാൽ വൻ പ്രയാസവുമുണ്ട്. പരദൂഷണം പൊരുത്തപ്പെടിക്കാൻ പറ്റുമേ. മയ്യത്തിനെ പറഞ്ഞെന്നു വന്നാൽ ചുറ്റുമേ. ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ കുളിപ്പിച്ചതിൽ ഒട്ടിപ്പിടിച്ചവൾക്കുള്ള കയ്യാ ഗുഹ്യമിൽ. ഇത് കണ്ട് പൊതുജനം അന്ന് സംഭ്രമിക്കുന്നതായി. വേർപെട്ട് കിട്ടാത്തിത്തതിൽ വിഷമിച്ചുപോയി. കയ്യോ അതല്ല ഗുഹ്യമോ മുറിക്കേണ്ടത്. വേർപെട്ട് കിട്ടാൻ തമ്മിലേതാ വേണ്ടത്? മാലിക് ഇമാം മദീനത്തുള്ള സമാനില. അതിനന്ന് ചോദ്യം ചെന്ന് നിന്നത് തന്നില. കൈവച്ച സമയത്തെന്തവൾ പറഞ്ഞെന്ന് അറിയേണ്ടത് അത്യാവശ്യമാണതിനിന്ന് എന്നുള്ള മറുപടി താൻ പറഞ്ഞവരോട്. ഉടൻ തന്നെ അവരും ചോദ്യമായി അവളോട്. കൈഗുഹ്യമിൽ വെച്ചിട്ട് ഞാൻ പറയുന്നതായി. റബ്ബോട് മാറ്റം ചെയ്തതാണിത് ദീർഘമായി. ക്ഷണമെൻ്റെ കയ്യാ ഗുഹ്യമിൽ ഒട്ടുന്നതായി. വേർപെട്ട് കിട്ടാൻ വേണ്ടി ഞാൻ കുഴയുന്നതായി. അപവാദമാണ് പറഞ്ഞത് കൊണ്ട് 50 അടി നൽകണം എന്നാ മഹാൻ കൽപ്പിച്ചത്. അടി 50 അടി 80 തീർന്നപ്പോഴാ കൈവിട്ടത്. സുബ്ഹാന റബ്ബി എന്തൊരത്ഭുതമാണ്. 358 1-ാം ഭാഗമിൽ വിവരിച്ചതാ നീ നോക്ക് കാണാം മുഗ്നിയിൽ. മയ്യത്തിനുള്ള ഗുണങ്ങളാ പറയേണ്ടത്. ന്യൂനതകളല്ലെന്ന ഹദീസിൽ വന്നത്.